അടുത്ത ഈറോഡ് കാർമൽ മെട്രിക്കുലേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പളും CMI കോയമ്പത്തൂർ പ്രേക്ഷിത പ്രവിശ്യാംഗവുമായ റവറൻ ഫാദർ ഡോക്ടർ ആൻസൺ പാനേക്കാടൻ 15 വർഷമായി തമിഴ്നാട്ടിലെ വിദ്യാഭ്യാസ മേഖലയിൽ സജീവ നേതൃത്വത്തിലുള്ള ആളാണ്. ഇതിനു മുന്നേ ചെന്നൈ പൂനമല്ലി ക്രൈസ്റ്റ് മെട്രിക്കുലേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ, കോയമ്പത്തൂർ ചാവറ വിദ്യാഭവൻ മെട്രിക്കുലേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ പ്രിൻസിപ്പലായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹം പരപ്പൂർ സ്വദേശിയായ പാനേങ്ങാടൻ ജോസ് ആനി ദമ്പതികളുടെ മകനാണ്. തമിഴ്നാട് സർക്കാരിൻ്റെ 2025 അധ്യാപക പുരസ്കാരമായ ഡോക്ടർ S രാധാകൃഷ്ണൻ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു. ആദ്യമായാണ് ഒരു പ്രൈവറ്റ് സ്കൂൾ അധ്യാപകൻ ഈ അവാർഡിന് അർഹനാകുന്നത്. മികച്ച ഭരണനിർവഹണം, ലാളിത്യം, ക്ലാസ് മാനേജ്മെന്റ്, സാമൂഹിക പ്രാദേശിക ഇടപെടലുകൾ, സ്കൂളിൻ്റെ അക്കാഡമിക് നിലവാരം, അധ്യാപക പഠന നിലവാരം, ഗണിത, സാമൂഹിക, ശാസ്ത്ര, സാങ്കേതിക, കലാസാഹിത്യ, സാംസ്കാരിക, കായിക തലങ്ങളിലുള്ള സ്കൂളിൻ്റെ മികച്ച പ്രവർത്തനങ്ങൾ തുടങ്ങിയവ കണക്കിലെടുത്താണ് അദ്ദേഹത്തിനെ ഈ പുരസ്കാരത്തിന് അർഹനാക്കിയത്. റവറൻ ഫാദർ ഡോക്ടർ ആൻസൺ പാനേങ്ങാടിനെ നമുക്ക് ബഹുമാന പുരസ്കാരം ഈ ഓണാഘോഷ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാം. സ്നേഹവീട് ഫൗണ്ടേഷൻ്റെ സ്ഥാപക പിതാവായിരിക്കുന്ന MCR റോബിൻ ചേട്ട, ഇതിൻ്റെ ഭാരവാഹിത്വം അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന രാധാകൃഷ്ണൻ ചേട്ട, ചന്ദ്രൻ ചേട്ട, മറ്റു ഭാരവാഹികളായിരിക്കുന്ന ട്രഷറർ തുടങ്ങി തസ്തികൾ അലങ്കരിക്കുന്ന വ്യക്തികളെ, വനിതാ വിഭാഗത്തിൻ്റെ വകുപ്പ് മേധാവികളായിരിക്കുന്ന എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരിമാരെ, സ്നേഹവീടിൻ്റെ ഭാഗമായി കഴിഞ്ഞ 10 വർഷങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 70ഓളം വരുന്ന കുടുംബാംഗങ്ങളെ, വലിയ സന്തോഷത്തോടെയും സംതൃപ്തിയോടും കൂടെയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ആദ്യമേ തന്നെ തമിഴ്നാട് സർക്കാരിൻ്റെ അധ്യാപക പുരസ്കാരം ലഭിച്ചതിൽ എന്നോട് വളരെ കൃതജ്ഞത പ്രകടിപ്പിക്കുകയും എന്നെ ആദരിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയും ചെയ്ത ഇതിൻ്റെ ഭാരവാഹികൾക്കും ഈ സ്നേഹവീടിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന 75 കുടുംബാംഗങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. കഴിഞ്ഞ 16 വർഷമായി വിദ്യാഭ്യാസ രംഗത്താണ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ പ്രസംഗിക്കാൻ വരുന്നതിനേക്കാൾ മുമ്പ് ആമുഖമായി ഞാൻ ചെയ്തിരിക്കുന്ന ശുശ്രൂഷകളെക്കുറിച്ച് വളരെ ലളിതമായി ഇവിടെ അവതരിപ്പിച്ചു. പ്രധാനമായിട്ടും 3 സ്കൂളുകളിലാണ് ഞാൻ കഴിഞ്ഞ 16 വർഷമായിട്ട് പ്രവർത്തിച്ചത്. ഏറ്റവും ആദ്യം അഡ്മിനിസ്ട്രേറ്ററായി എനിക്ക് ഉത്തരവാദിത്വം ലഭിച്ചത് കാർമൽ സ്കൂളിലാണ് ഒരു 15 വർഷം മുമ്പ്. അതേ സ്കൂളിൽ തന്നെയാണ് ഒരു 10 വർഷത്തിന് ശേഷം ഒരു പ്രിൻസിപ്പളായി സേവനിച്ചതിന് വേണ്ടി ദൈവം എന്നെ നിയോഗിച്ചത്. ഈ 16 വർഷവും സ്കൂൾ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ ഓരോ ദിവസവും എന്നെ ഹൃദയത്തിൽ സ്പർശിക്കുന്ന 2 രംഗങ്ങളുണ്ട്. ഇത്രയും വർഷമായി വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഓരോ ദിവസവും വളരെ ഹൃദയസ്പർശിയായി അനുഭവപ്പെടുന്ന 2 രംഗങ്ങൾ. ഒന്നാമത്തേത്, സാധാരണയായി ചെറിയ കുട്ടികൾ അവരുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ കൈപിടിച്ചുകൊണ്ട് വിദ്യാലയത്തിലേക്ക് കടന്നു വരുന്നതും, അതുപോലെ തന്നെ ക്ലാസ് കഴിഞ്ഞ് അവരുടെ തന്നെ കൈ വളരെ സ്നേഹത്തോടെ പിടിച്ചുകൊണ്ട് തിരിച്ചു പോകുന്നതുമായിട്ടുള്ള മനോഹരമായിട്ടുള്ള രംഗം. രണ്ടാമത്തേത്, നമ്മുടെ സ്കൂളിലായിരിക്കുമ്പോൾ, വിദ്യാലയത്തിലായിരിക്കുമ്പോൾ തങ്ങളുടെ ചേട്ടൻ്റെയോ ചേച്ചിയുടെയോ കൈകൾ പിടിച്ചുകൊണ്ട് അനുജനും അനുജത്തെയും സ്കൂളിലേക്ക് വരികയും പോവുകയും ചെയ്യുന്ന മനോഹരമായ രംഗം. വലിയ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നവരാണ് അച്ഛനും അമ്മയും കൂടപ്പിറപ്പുകളും പ്രിയപ്പെട്ടവരും കുടുംബാംഗങ്ങളുമൊക്കെ. അങ്ങനെയുള്ള രംഗം കാണുമ്പോൾ ഞാനത് നോക്കി നിൽക്കാറുണ്ട്. കാരണം ചേട്ടൻ അനുജത്തിയോട് കാണിക്കുന്ന കരുതൽ, അച്ഛനും അമ്മയും തങ്ങൾ ജന്മം നൽകിയ കുഞ്ഞുമക്കളെ വളർത്തിക്കൊണ്ട് വരുന്നതിന് വേണ്ടി കാണിക്കുന്ന കരുതൽ, ഇതെനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന അനുഭവങ്ങൾ എപ്പോഴും സമ്മാനിക്കാറുണ്ട്. ഈ സ്നേഹവീടിനെ
ആലോചിക്കുമ്പോഴും ഇവിടെ ഭാരവാഹികൾ തങ്ങളുടെ പ്രസംഗത്തിലും മറ്റ് അവതരണത്തിലും പങ്കുവച്ചതുമൊക്കെ ഏകദേശം ഇതിനോട് ചേർന്ന് നിൽക്കുന്നെന്ന് എനിക്ക് തോന്നുകയാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വഴിയായി ഈ റോഡിലെ പല മേഖലകളിലുള്ള സാധാരണക്കാർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, അഗതികൾക്ക് വേണ്ടി, അനാഥർക്ക് വേണ്ടി, അശരണർക്ക് വേണ്ടി, ഭിന്നശേഷി വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ, അവർക്ക് ജീവിതം നൽകാൻ, അവർക്ക് സുരക്ഷിതത്വം നൽകാൻ, അവർക്ക് കരുതലാകാൻ, പാരസ്പര്യത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും നല്ല മാതൃക നൽകാൻ കഴിഞ്ഞ 10 വർഷത്തിൽ ഈ സ്നേഹവീട് ഫൗണ്ടേഷന് കഴിഞ്ഞു എന്നതിൽ നിങ്ങളെല്ലാവരെയും ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. ഞാനിവിടെ ഈ ഓണാഘോഷ പരിപാടികൾക്കായിട്ട് കടന്നു വന്നപ്പോൾ ആദ്യം ശ്രദ്ധിച്ചത്, പ്രത്യേകിച്ച് ഈ ഹാളിലേക്ക് എത്തിയതിനു ശേഷം, ഈ മനോഹരമായിട്ടുള്ള പൂക്കളമാണ്. എന്ത് മനോഹരമായിട്ടാണ് ഈ പൂക്കളം ഒരുക്കിയിരിക്കുന്നത്. ഞാൻ നമ്മുടെ റോബിൻ ചേട്ടനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ റോബിൻ ചേട്ടൻ പറഞ്ഞു, പ്രധാനമായിട്ടും വനിതാ അംഗങ്ങളാണ്, അവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് മനോഹരമായിട്ടുള്ള ഈ പൂക്കളം നമുക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ ഇന്ന് ഓണം ആഘോഷിക്കുകയാണ്. ഒരുപക്ഷെ ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ ഓണാഘോഷ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇന്ന് നമ്മൾ സ്നേഹവീടിലെ എല്ലാവരും, എല്ലാ കുടുംബങ്ങളും ഒരുമിച്ച് കൂടി ഇവിടെ ഓണം ആഘോഷിക്കുകയാണ്. ഓണത്തിന് പ്രധാനമായിട്ട് നമ്മൾ ഓർത്തെടുക്കുന്ന ഒരു വസ്തുത മഹാബലി തമ്പുരാനെ കുറിച്ചുള്ളതാണ്. നമ്മൾ എപ്പോഴും പാടാറുണ്ട്, എപ്പോഴും വായിക്കാറുണ്ട്. മഹാബലി നാട് വാണിരുന്ന കാലത്ത് കള്ളമില്ല, ചതിയുമില്ല. കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല, പൊളിവചനം. എന്ത് മനോഹരമാണ് ഈ ഈരടികൾ എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി രാജാവായി വാഴുമ്പോൾ ആ പ്രജകൾക്കെല്ലാം, അല്ലെങ്കിൽ ആ നാട്ടിലുള്ള എല്ലാ വ്യക്തികൾക്കും സന്തോഷം, സമാധാനം, കള്ളമില്ല, കളങ്കമില്ലാത്ത ഒരു രാജ്യം. ഈ സ്നേഹവീട് ഫൗണ്ടേഷൻ, ഈ 70 കുടുംബങ്ങൾ അല്ലെങ്കിൽ 75 കുടുംബങ്ങൾ അടങ്ങുന്ന ഈ ഫൗണ്ടേഷൻ ഇനിയും ഒരുപാട് കള്ളവും ചതിയുമില്ലാത്ത ലോകം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി, സാധാരണക്കാർക്ക് തുണയാകുന്നതിന് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഹൃദയത്തിൽ ഞാൻ ആശംസിക്കുകയാണ്. അവസാനമായി, ചെറുപ്പത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പരസ്യമുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച കേരള സമാജത്തിൻ്റെ പരിപാടിക്ക് പോയപ്പോൾ ഞാൻ പങ്കുവച്ചതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പരസ്യമായിരുന്നു, മഴ മഴ കുട കുട, മഴ വന്നാൽ പോപ്പിക്കുട. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന കുട്ടികൾക്കറിയാം, അല്ലെങ്കിൽ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കറിയാം, പണ്ട് നമ്മൾ TV-യിൽ ഇത് കാണുമ്പോൾ വലിയൊരു സന്തോഷമായിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും പോപ്പിക്കുട മേടിക്കണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ വരുമായിരുന്നു. മഴ മഴ കുട കുട, മഴ വന്നാൽ പോപ്പിക്കുട. എനിക്ക് തോന്നുന്നു ജീവിതം എന്ന് പറയുന്നത് കുടയാകാനുള്ള ക്ഷണമാണ്. നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മുടെ നാട്ടിൻ പുറത്തെ പശ്ചാത്തലത്തിൽ ചേമ്പില ഉപയോഗിച്ചും വാഴയിൽ ഉപയോഗിച്ചും, എന്തിനധികം പറയുന്നു, നമ്മുടെ 2 കൈ നമ്മുടെ തലയെ മുറുകെ പിടിച്ച് മുകളിൽ പിടിച്ചൊക്കെ കുടയായി ഉപയോഗിക്കാറുണ്ട്. കുട ഒരു സംരക്ഷണമാണ്. കുട നമുക്കെല്ലാവർക്കും ഒരു സുരക്ഷിതത്വം നൽകുന്നു. കുട നമുക്കെല്ലാവർക്കും കരുതൽ നൽകുന്നു. കുട നമ്മെ സംരക്ഷിക്കുന്നു. എന്ന് പറഞ്ഞാൽ ജീവിതം മറ്റുള്ളവർക്ക് കുടയാകാനുള്ളൊരു ക്ഷണമാണ്. നമ്മളെല്ലാവരും ഒരു പരിധിവരെ നമ്മുടെ കുടുംബത്തിനെ താങ്ങാകുന്നവരാണ്, തണലാകുന്നവരാണ്. നമ്മുടെ സംഘടനയ്ക്ക് താങ്ങാവുന്നവരാണ്, തണലാകുന്നവരാണ്. അതിനേക്കാൾ ഉപരിയായി ഈ ഓണാഘോഷവേളയിലും സ്നേഹവീട് അതിൻ്റെ 10ാം വാർഷികം ആഘോഷിക്കുമ്പോഴും ഈ കുട ഇനിയും വലുതാകട്ടെ. ചെറിയ കുടകളൊക്കെ ഇനിയും വളർന്ന് പന്തലിക്കട്ടെ. ഈ 70 കുടുംബങ്ങൾ 75 കുടുംബങ്ങളായി ഇന്ന് മാറുന്നു. അതിൻ്റെ തീരുമാനപ്രകാരം എനിക്ക് തോന്നുന്നു 100 കുടുംബങ്ങളെ ഉൾക്കൊള്ളിക്കാനായിട്ടാണ് ഈ സംഘടന വിഭാവനം ചെയ്യുന്നത്. അങ്ങനെ ഈ കുട വളരട്ടെ. ഈ കുട സംഘടനയ്ക്ക് മാത്രമല്ല, നമ്മുടെ ഈറോഡ് ജില്ലയ്ക്കും, പാവപ്പെട്ടവർക്കും, അഗതികൾക്കും, അശരണർക്കും, ആവശ്യമുള്ള എല്ലാവർക്കും തണലായി തീരട്ടെ, കുടയായി തീരട്ടെ. അവർ ജീവിതത്തിൽ ഒരു പ്രതീക്ഷ നൽകുന്ന സങ്കേതമായി തീരട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും ആത്മാർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഒരിക്കൽ കൂടി എന്നെ ഈ ചടങ്ങുകൾക്ക് ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികൾക്കും ഇതിൻ്റെ പ്രവർത്തന അംഗങ്ങൾക്കും ആത്മാർത്ഥമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. തമിഴ്നാട് ഗവൺമെന്റിന്റെ 2025 ഡോക്ടർ രാധാകൃഷ്ണൻ അവാർഡ് നേടിയ ഫാദറിനെ ആദരിക്കുവാൻ വേണ്ടി നമ്മുടെ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, ഫൗണ്ടർ എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.